ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ കേരള യൂണിവേഴ്സിറ്റിയിൽ നടന്ന തെരഞ്ഞെടുപ്പിലും ചരിത്രത്തിൽ ആദ്യമായി ബി.ജെ.പി. വിജയിച്ചു. ഇപ്പോൾ ഇന്ന് പുറത്തു വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലമാണ്. ഏതായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അതേ ട്രെൻഡ് ഇപ്പോഴും കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. തൃശ്ശൂരിലാണ് ബി.ജെ.പി. ലോക്സഭയിൽ ജയിച്ചു കയറിയ ഒരു ലോക്സഭാ മണ്ഡലം. അവിടെ തൃശ്ശൂർ പാറവട്ടിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് വലിയ ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധേയമായ കാര്യം. ഇവിടെ രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് SDPI ആണ്. SDPI രണ്ടാം സ്ഥാനത്ത് വന്നു. മൂന്നാം സ്ഥാനത്തേക്ക് UDF പോവുകയും വളരെ പിന്നിലായി നാലാം സ്ഥാനത്തേക്ക് CPM ലാൻഡ് ചെയ്യുന്ന കാഴ്ചയാണ് തൃശ്ശൂർ പാറവട്ടിയിൽ കാണുന്നത്. ഏതായാലും സുരേഷ് ഗോപിയുടെ അല്ലെങ്കിൽ ബി.ജെ.പിയുടെ തൃശ്ശൂരിലെ തരംഗം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു ജില്ലയായ ആലപ്പുഴ, ശോഭാ സുരേന്ദ്രൻ വലിയ നേട്ടം ബി.ജെ.പിക്ക് ഉണ്ടാക്കി കൊടുത്ത ആലപ്പുഴയിൽ CPMൻ്റെ ഉറച്ച കോട്ടകളിലൊന്നായ ചെറിയനാടിൽ ബി.ജെ.പി. വിജയിച്ചിരിക്കുന്നു. ചെറിയനാട് 4ാം വാർഡിൽ ബി.ജെ.പി. ജയിച്ചത് 107 വോട്ടുകൾക്ക് ആണ് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ ഇടുക്കി ഒരു സീറ്റും ബി.ജെ.പി. നേടിയിരിക്കുന്നു. അതായത് ബി.ജെ.പിക്ക് ഇപ്പോഴും ആ ലോക്സഭ കഴിഞ്ഞതിന് ശേഷം ആ ഒരു ബി.ജെ.പിയുടെ തരംഗം ഇല്ലെങ്കിൽ ബി.ജെ.പിക്ക് അനുകൂലമായ ഒരു ചായ്വ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഉണ്ടായിരുന്നെങ്കിൽ അതേ ചായ്വാണ് തുടർന്ന് വരുന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് തൃശ്ശൂരും ആലപ്പുഴയും ഒക്കെ. ഇത്തവണ ഇടുക്കിയിലും ബി.ജെ.പി. എല്ലാം അവിടെ മത്സരിച്ച BDJS ആയിരുന്നു. NDAക്ക് വളരെയേറെ മുന്നേറാൻ കഴിഞ്ഞു. ആ നേട്ടം ഇപ്പോഴും ഈ ഉപതെരഞ്ഞെടുപ്പിലും കാണാൻ കഴിയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.